നമസ്തേ. ഓം മഹാജ്യോതിയെ നമ. സന്യാസ ദീക്ഷ സ്വീകരിച്ച് ഭാരതീയ സന്യാസ പരമ്പരയിലേക്ക് ഉയർത്തപ്പെട്ട പൂജനീയ പന്തിരുകുല പരമാചാര്യൻ സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജിനെ കലൂർ പാവക്കുള മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. പന്തിരുകുല സനാതനധർമ്മ പരിപാലന സംഘം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ 10:30 ക്ഷേത്ര സന്നിധിയിൽ വെച്ച് താലപ്പൊലി, പഞ്ചവാദ്യം, ജ്യോതിജപം എന്നിവയുടെ അകമ്പടിയോടെയാണ് ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ കൃഷ്ണദാസ് നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചത്. ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവൻ ചെയ്ത അതേ പ്രവർത്തനം ആധുനിക കേരളത്തിൽ വിപ്ലവകരമായ പരിവർത്തനം വരുത്തിക്കൊണ്ട് നടത്താൻ കഴിയുന്ന ഒരു ആധ്യാത്മിക തേജസ് ഭാവിയിൽ ചരിത്രം രേഖപ്പെടുത്തുന്ന തരത്തിൽ ശിവാനന്ദ മഹാരാജ് എന്ന പേര് കൊണ്ട് ആലേഖനം ചെയ്യപ്പെടും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ആലുവ അദ്വൈതാശ്രമം മഠാധിപതി പൂജനീയ സ്വാമി ധർമ്മചൈതന്യ മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ ഐശ്വര്യമുണ്ടാകണം. ഒരു വ്യക്തിയും ഒരു കുടുംബവും നമ്മുടെ സമൂഹവും നമ്മുടെ രാഷ്ട്രവും ലോകവും നന്മയിലേക്ക് നയിക്കുവാനാണ് ഭാരതത്തിന്റെ മുഖമുദ്രയായ ധർമ്മശബ്ദം ഈ ലോകത്തിന് ധാരാളമായി നൽകിയ നമ്മുടെ ഈശ്വര പാരമ്പര്യത്തിന്റെ ജീവിക്കുന്ന കണികളാണ് നമ്മൾ. അപ്പോൾ മഹാജ്ഞാനികളായിട്ടുള്ള ഇത്തരം മഹാത്മാക്കൾക്ക് ഒരു അറിവ് തന്റെ ശിഷ്യനിലേക്ക് അല്ലെങ്കിൽ ഒരു ജിജ്ഞാസുവിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് വാക്കുകളുടെ ഒരു ആവശ്യം പോലും ഇല്ല എന്നർത്ഥം. തിരുവൈരാണിക്കുളം ക്ഷേത്ര ട്രസ്റ്റ് അകവൂർമന ബ്രഹ്മശ്രീ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട് വിശിഷ്ട സാന്നിധ്യമായ ചടങ്ങിൽ പെരുന്തച്ചൻ പ്രതിനിധി പ്രദീപ് പെരുന്തച്ചൻ, പന്തിരുകുല സനാതനധർമ്മ പരിപാലന സംഘം പ്രസിഡന്റ് KR പവിത്രൻ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ട്രഷറർ V ശ്രീകുമാർ, KPMS ജില്ലാ സെക്രട്ടറി PK ദേവരാജൻ, PM വേലായുധൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മുഗൾ രാജവംശന്മാരുടെ ഭരണകാലം, ഇംഗ്ലീഷുകാരുടെ ഭരണകാലം, പിന്നെ രാഷ്ട്രീയക്കാരുടെ അധിക പ്രവർത്തനം, ഇതെല്ലാം കൂടി നമ്മളെ രണ്ട് തരീക്ഷത്തിൽ 4-3-4 തട്ടിലായി തിരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ആ തിരിച്ചറിവ് നമുക്ക് ഇന്ന് ഉണ്ടാവണം. അത് കൂട്ടൊരുമിച്ച് നമ്മൾ ഒന്നാണ്, മനുഷ്യരാണെന്നും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരു അവസരമാണ്. അത് വരും തലമുറയ്ക്കതിൻ്റെ ഈ സന്ദേശം പകർന്നു കൊടുക്കേണ്ടതും നമ്മൾക്ക് വളരെയാണ് ഞാൻ യാത്രയിൽ പറയാറ്. കുലമേലായാലും സഹോദരനാണ് നമ്മൾ. സാഹോദര്യത്തിലൂടെ സമത്വം, ആരാധനയിലൂടെ ആത്മസാക്ഷാത്കാരം, നല്ലവരാകാനും നന്മകൾ ചെയ്യുവാനും ഇല്ല ജാതി, മത, കാല, ദേശഭേദം. ക്ഷേത്രങ്ങളെ ഗവൺമെൻറ് കൺട്രോളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഈ യജ്ഞത്തിൽ എല്ലാവരുടെയും പ്രവർത്തനവും സപ്പോർട്ടും ഉണ്ടാവണം. ആ അദ്ദേഹത്തോടൊപ്പം വരുന്ന കാലത്തുള്ള പ്രയാണത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊരു മനസ്സോടുകൂടി ഈ പന്തിരുകുലത്തിന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങാം. 2004 പോയി 2022 കാല് വയ്ക്കുമ്പോൾ ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഒരു പത്മാചാര്യൻ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ഇനി പുറകോട്ട് തിരിഞ്ഞ് നോക്കണ്ട. നമ്മുടെ ഇന്നിവിടെ സ്വീകരണത്തിന് എത്തിച്ചേരുന്ന, ഇന്നിവിടെ സ്വീകരണം നൽകുന്ന ദീക്ഷിതനായ സന്യാസി വര്യനെ സംബന്ധിച്ച് എടുത്തു പറയത്തക്ക 1-2 വിശേഷങ്ങൾ എന്ന് പറയുന്നത്, അദ്ദേഹം കായംകുളത്തിനടുത്ത് കരിമുളയ്ക്കൽ പന്തിരുകുല മഹാജ്യോതി പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു ക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ആത്മീയ കാര്യങ്ങളിൽ കാർമ്മികത്വം വഹിച്ചു വരുന്ന വേളയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ സന്യാസ ദീക്ഷ ചടങ്ങുകൾക്ക് ഇടയായിത്തീർന്നത്. മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ 13 വർഷക്കാലമായി ശൃംഗേരി മഠത്തിൽ, കർണാടകത്തിലെ ശൃംഗേരി മഠത്തിൽ ശാരദാ പീഠത്തിൽ 13 വർഷക്കാലത്തെ സന്യാസ പരിശീലന
ആ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സന്യാസ ദീക്ഷ ലഭിച്ചിരിക്കുന്നത്. ദക്ഷിണ ഭാരതത്തിലെ മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് സ്വാമിജിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അദ്ദേഹത്തിൻ്റെ 175ാമത് ശിഷ്യനായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ സ്വീകരണത്തിന് എത്തിച്ചേരുന്ന ഈ കഴിഞ്ഞ നവംബർ 8, 9, 10 തീയതികളിൽ ദീക്ഷിതനായ ശിവാനന്ദ സരസ്വതി മഹാരാജ് സ്വാമികൾ അദ്ദേഹത്തിൻ്റെ 175ാമത്തെ ശിഷ്യനായിട്ടാണ് സന്യാസ ദീക്ഷിതനായിരിക്കുന്നത്. അദ്ദേഹം സ്ഥാപിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പന്തിരുകുല ഭാരതപ്പുഴയുടെ തീരത്ത് ഉടലെടുത്ത ഒരു മഹത്തായ സംസ്കാരമാണ് പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ സംസ്കാരം. ആ സംസ്കാരത്തെ കേരളക്കരയിൽ നമ്മൾ അറിയപ്പെടുന്നത് ഒരു കഥ രൂപേണയാണ്. ആ കഥ രൂപേണ എന്നുള്ളതിനപ്പുറത്ത് അതിന് ചരിത്രത്തിൻ്റെ ഒരു പിൻബലം ഇല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ആ മഹത്തായ സംസ്കാരത്തെ, ആ സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെയൊക്കെ ആ മഹത്തായ ആ പന്തിരുകുലത്തമ്മയുടെ, പന്തിരുകുല പിതാവ് വരരുചിയുടെ ഒക്കെ ആ മഹത്തായ ആ സംസ്കാരത്തെ നമുക്ക് ഊതിത്തെളിച്ചെടുക്കുക എന്ന ഒരു മഹത്തായ കർമ്മമാണ് നമ്മുടെ സന്യാസിവര്യൻ ചെയ്തു വരുന്നത്. അതിനെ വീണ്ടെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ അദ്ദേഹം ഈ പന്തിരുകുല ആത്മീയ ധാരയ്ക്ക് രൂപം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. പന്തിരുകുല സനാതന ധർമ്മപരിപാലന സംഘം അദ്ദേഹത്തിൻ്റെ ഒരു കുലമേതായാലും സഹോദരരാണ് നമ്മൾ, നല്ലവരാകാനും നന്മകൾ ചെയ്യാനും ഇല്ല ജാതി മത കാലദേശ ഭേദം എന്ന പന്തിരുകുല ആചാര്യൻ്റെ സന്ദേശത്തെ പ്രവൃത്തിപഥത്തിലെത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് പന്തിരുകുല സനാതന ധർമ്മപരിപാലന സംഘം നടത്തിവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്വീകരണം, സന്യാസ ദീക്ഷയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ സ്വീകരണമാണ് എറണാകുളത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. പന്തിരുകുല പരമാചാര്യൻ പൂജനീയ സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജ് ദീപപ്രോജ്വലനം നടത്തിയ ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ NK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ CK സുരേഷ് സ്വാഗതവും സ്വാഗത സംഘം ഫിനാൻസ് കൺവീനർ KP കുഞ്ഞുമോൻ ചടങ്ങിന് നന്ദിയും അർപ്പിച്ചു. വരും ദിനങ്ങളിൽ ഹിന്ദു വിശ്വാസ് ചാനലിലൂടെ പന്തിരുകുല സനാതന ധർമ്മ പരിപാലന സംഘത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. സ്റ്റേ ട്യൂൺഡ്.